ചെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു നിഫ്റ്റി ബാങ്കിൻ്റെ ഇന്നൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു പുട്ട് ഓപ്ഷനിൽ. അതെങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഇവിടെ നിഫ്റ്റി ബാങ്കിൽ ഇന്ന് വളരെ കൂടിയൊരു രീതിയിൽ ഒരുപാട് ബൈ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ചാർട്ടിൽ കയറിയിട്ട് നിങ്ങളൊരു 3 മിനിറ്റിൻ്റെ ചാർട്ട് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം എല്ലാ പോർഷനിലും ഈ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് ഒരു കൺസോളിഡേഷൻ ഇതിൻ്റെ മുകളിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു റെസിസ്റ്റൻസ് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഭാഗത്തിൻ്റെ മുകളിലേക്ക് ഒന്നും പോയിട്ടില്ല. അപ്പം ഇവിടെ നിന്ന് റെസിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ തൊട്ട് താഴത്തെ പൊസിഷനിൽ നോക്കുമ്പം ഈ ഒരു ഭാഗത്തായിട്ടും നിങ്ങൾക്ക് റെസിസ്റ്റൻസും കാണുന്നുണ്ട്. ഈ ലോവറിനായിട്ടുള്ള ഭാഗത്തുള്ള റെസിസ്റ്റൻസിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇതിൽ ഒരു 1 മിനിറ്റിൻ്റെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ എത്തിയതിന് ശേഷം പിന്നെ ഇത് വല്ലാണ്ട് കൂടാനുള്ള സാധ്യത കാണുന്നില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ട്, ഈ ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികം ഇവിടെ നിന്ന് മേളിലോട്ട് പോയിട്ടില്ല. അപ്പം ഇതിൻ്റെ ടോട്ടൽ ഏറ്റവും മേളിലേക്ക് എത്തിയതിന് ശേഷം ഈ ഒരു ഭാഗത്ത് 1:8 റേഷ്യോയിൽ നിങ്ങൾക്ക് ഒരു 1:2 കൂടുതൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. തന്നെ ഞാൻ അത്യാവശ്യം സേഫായിട്ട് ചെയ്തതുകൊണ്ട് 1:8 റേഷ്യോ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഈ ഒരു ഭാഗത്ത് ഒരു 1:8 റേഷ്യോയിൽ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങൾക്ക് കാണാം 60,300 പുട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. 534 രൂപയ്ക്കാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് 546, 10 പോയിൻറ്റ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ അകത്ത് നമ്മൾ എല്ലാ ദിവസവും ഗ്രീനായിട്ട് തന്നെ ഇറങ്ങുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇതുപോലെ ഗ്രീനായി കയറണം എന്നുള്ളതിൻ്റെ ഒരു രീതിയിൽ സിമ്പിളായിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണിത്. ഏറ്റവും റെസിസ്റ്റൻസ് ആയിട്ടുള്ളൊരു ഏരിയ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതുവരെ മാർക്കറ്റ് എത്തുന്നതുവരെ വെയിറ്റ് ചെയ്യുക, മാർക്കറ്റിനെ ഓടാൻ സമ്മതിക്കുക. നിങ്ങളായി മുകളിലേക്കോ താഴേക്കോ പോകുമെന്ന് വിശ്വസിച്ച് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അതിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സ്വന്തമായി മാർക്കറ്റിനെ ഓടാൻ സംബന്ധിച്ച് അതിനനുസരിച്ചുള്ള ഏരിയയിൽ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്ലിയറായിട്ട് കാണാം, ഈ ഒരു പൊസിഷൻ ഞാൻ നോക്കിയിട്ട് ഈ ഒരു പൊസിഷൻ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഞാൻ കണ്ടത് മാർക്കറ്റ് എനിക്ക് വേണ്ട റെസിസ്റ്റൻസിൻ്റെ ലൈൻ വരെ എത്തിയത് ആ സമയം വരെ ഞാൻ വെയിറ്റ് ചെയ്തു. അവിടെ എത്തി വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ പുട്ട് വാങ്ങിച്ചിട്ടുള്ളത്. കാരണം ഇതിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ മുമ്പേ ഇതേ ലൈനിൽ എത്തിയിട്ട് ഇവിടെയും റെസിസ്റ്റൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ മുകളിൽ പോയിട്ട് വീണ്ടും താഴേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പൊസിഷനിൽ നോക്കുമ്പോൾ മുകളിലേക്ക് പോയിട്ട് ഇവിടെ പോയിട്ട് താഴേക്കാണ് വീണ്ടും പോയിട്ടുള്ളത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ മുകളിൽ പോയിട്ട് താഴേക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. അപ്പം ഈ ഒരു ഏരിയയിൽ വളരെ വലിയൊരു റെസിസ്റ്റൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ ഒരു പൊസിഷൻ മനസ്സിൽ കണ്ടിട്ടാണ് ഇവിടെ എത്തിയപ്പോൾ തന്നെ ഞാൻ എൻ്റെ പുട്ട് ഓപ്ഷൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിലൊരു പുട്ട് ഓപ്ഷൻ എനിക്ക് എടുത്തിട്ട് കിട്ടി. ആ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇവിടെ എല്ലാം നിങ്ങൾക്ക് കാണാം, നമ്മുടെ ആ റെസിസ്റ്റൻസിൻ്റെ സ്ഥലത്ത് എത്തിയതിന് ശേഷം എല്ലാം വീഴുന്നുണ്ട്. അപ്പം ഈ ഒരു ലൈനിൻ്റെ അവിടെ തന്നെ വെച്ചിട്ടാണ് പുട്ട് വാങ്ങിച്ചിരിക്കുന്നത്. നല്ലൊരു രീതിയിൽ കിട്ടി. നമുക്ക് ഒത്തിരി വലിയ കാശ് കിട്ടാനല്ലെങ്കിൽ ഒത്തിരി വലിയ ഇതല്ല. ഇതാണ് നമ്മുടെ ട്രെയിനിങ് പ്രോസസ്സ്. നമ്മൾ ഒരു ദിവസം പോലും കിട്ടിയ ലാഭങ്ങൾ തിരിച്ചു കൊടുക്കാതെ റെഡിലല്ലാതെ എല്ലാ ദിവസവും നമ്മൾ ഗ്രീനിൽ തന്നെ നമ്മൾ ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ